പ്രളയത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്തുകയാണ് നേപ്പാൾ സൈന്യത്തിന് മുന്നിലെ പ്രധാനപ്പെട്ട ദൗത്യം. നൂറുകണക്കിന് കുടുംബങ്ങൾ പല ഭാഗത്തായി ഒറ്റപ്പെട്ടു കഴിയുകയാണ്. സൈന്യത്തിന്റെയും പോലീസിന്റെയും ഹെലികോപ്റ്ററുകളിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇന്ത്യ സഹായമായി നൽകിയ അവശ്യവസ്തുക്കളും നേപ്പാൾ സൈന്യം ആവശ്യക്കാർക്ക് കൈമാറി തുടങ്ങിയിട്ടുണ്ട്. നേപ്പാൾ ആർമി ക്യാമ്പിൽ നിന്ന് റിപ്പോർട്ടർ സംഘം നമ്മളോടൊപ്പം തുടരുകയാണ്. നൂറ്റാണ്ടിന്റെ വലിയ ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ. അതുതന്നെയാണ് നേപ്പാൾ സൈന്യത്തിന് മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഒറ്റപ്പെട്ടുപോയ ആളുകളെ, നേപ്പാളിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പ്രളയത്തിൽ ഒറ്റപ്പെട്ടുപോയ ആളുകളെ ആർമി രക്ഷിച്ചുകൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കാണുന്നത്. കുറച്ച് സൂം ചെയ്താൽ ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നതാണ്. ഇവിടേക്കാണ് അവരെ കൊണ്ടുവരുന്നത്. ചില ഭാഗങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട് കഴിഞ്ഞ ആളുകളാണ്. അവരെ ആർമി ഹെലികോപ്റ്ററിൽ എടുത്ത് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് ഈ ആർമി ക്യാമ്പിൽ തന്നെ താമസിപ്പിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. മറ്റൊരു വശത്ത് ദൃശ്യം കാണിച്ചാൽ അവിടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായം എത്തിയിട്ടുണ്ട്. അത് ഹെലികോപ്റ്ററിലേക്ക് കയറ്റി ആവശ്യമുള്ള ആളുകൾക്ക്, ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇവിടെ നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നാൽ ഈ കൊണ്ടുവന്ന ആളുകളെ താമസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവർ ഈ ആർമിയോടൊക്കെ തൊഴുത് നന്ദി പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. ഇവരെയൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞ ആളുകളെ കൊണ്ടുവന്നതാണ്. നിരവധി ആളുകളുണ്ട്. അങ്ങനെ അവരെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഒരു വശത്തെ ഹെലികോപ്റ്ററിൽ അവശ്യ സാധനങ്ങളുമായി പോകുന്നു. തിരിച്ചു വരുമ്പോഴേക്ക് ഇപ്പോൾ ഒരു ആർമി വാഹനം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതിൽ നിറയെ ഭക്ഷ്യ വസ്തുക്കളാണ്. ആ ഭക്ഷ്യവസ്തുക്കളുമായി നീങ്ങുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഏതായാലും ഈ ആർമി ക്യാമ്പ് കേന്ദ്രീകരിച്ച്, നുവാക്കോട്ടിലെ ആർമി ക്യാമ്പ് കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇപ്പോഴും നിരവധി ആളുകൾ ഈ ക്യാമ്പിലുണ്ട്. രക്ഷപ്പെടുത്തിയ ആളുകളെ ഇങ്ങോട്ട് തുടർച്ചയായി എത്തിക്കുകയാണ്. ടീം റിപ്പോർട്ടർ അവിടെയുണ്ട്. നമുക്ക് അതിൽ പാലോടിനെയും ക്യാമറമാൻ അതുൽ ചന്ദ്രനുമാണ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നമുക്ക് പങ്കുവെച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്.